മോക്സിന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും. അത് 50ൽ നിന്ന് സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം വരും. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ഒരു 7 ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ജൂലൈ മന്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ്. കാരണം നിങ്ങൾ ഈ മാസത്തിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഇനി വരുന്ന SBI ആൻഡ് IBPS PO രണ്ടും ഏകദേശം ഒരേപോലത്തെ പാറ്റേണിലുള്ള എക്സാംസ് ആണ്. സോ അത് രണ്ടും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ജൂലൈ മന്ത് വളരെ ക്രൂഷ്യൽ ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള 7 ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് ടിപ്പ് നമ്പർ 1 പോവാം. അനലൈസ് എവറി മോക്ക്. എല്ലാവരും മോക്സ് എടുക്കാറുണ്ട്. ഓക്കെ, ഡെയിലി മേ ബി ഒരു 1 to 2 മോക്സ് ഒക്കെയും എടുക്കുന്നവർ കാണും. പക്ഷെ എത്ര മോക്ക് എടുത്തിട്ട് മാർക്സ് ഇംപ്രൂവ് ആവുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? മോക്സ് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എഴുതുന്നു ആൻഡ് അത് സ്കിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മോക്ക് എഴുതുന്നു. ദെൻ അതിൽ മാർക്സ് കുറവാകുന്നു, ഡൗൺ ആകുന്നു. ദെൻ അത് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു, ടൈം വേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. ആരും അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. മേ ബി ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാലും ആ ഒരു പ്രോപ്പർ വേയിൽ അനലൈസ് ചെയ്യുന്നില്ലായിരിക്കും. അതായിരിക്കും നിങ്ങൾ മേ ബി നിങ്ങളുടെ മാർക്സ് കുറയുന്ന ഒരു ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മോക്ക് ചെയ്യുന്നതിന്റെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മളുടെ വീക്ക് പോയിന്റ്സും അതുപോലെ തന്നെ നമ്മളുടെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാവാതെ വീണ്ടും വീണ്ടും മോക്ക് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക മാത്രമായിരിക്കും ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക? നമ്മൾ ഒരു മോക്ക് എടുത്തു കഴിഞ്ഞിട്ട് അതിനെ നല്ല പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യുക. 1 അവറിന്റെ ഒരു മോക്ക് എടുക്കുന്ന 1 അവറിന്റെ മോക്കാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മേ ബി 1നേക്കാൾ കൂടുതൽ അവേഴ്സ് നമുക്ക് ആ ഒരു മോക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. കാരണം നമ്മൾ ഓരോ തെറ്റും മനസ്സിലാക്കണം, എന്തൊക്കെയാണ് തെറ്റിയത്. ഇപ്പോ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റോങ് ആയി, അതുപോലെ തന്നെ ചെയ്തു കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ടൈം അവിടെ മേ ബി കൂടുതൽ എടുത്തിട്ടുണ്ടായിരിക്കും, അതെന്തുകൊണ്ട് എടുത്തു. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ കാണും, അതെന്തുകൊണ്ട് സ്കിപ്പ് ചെയ്തു. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആവുകയുള്ളൂ. നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഫോളോ ചെയ്യുന്നത് ഗൈഡ് ലൈനിൽ നിന്നുള്ള മോക്കാണ്. ആൻഡ് അത് ഞാൻ എൻ്റെ ഒരു തുടക്ക സമയം മുതൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് SBI PO പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് മോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും 2025 മോക്സ് ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് എൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു. ക്വാൺസും റീസണിങ്ങും ഫുള്ള് കഴിഞ്ഞു. ഇനി അത് റീ അറ്റംപ്റ്റ് വേണം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ലെങ്ത് മോക്ക് എടുത്തു. ആൻഡ് എൻ്റെ സ്കോർസ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. സോ എന്റെ സ്കോർ എന്ന് പറയുന്നത് 72.25 ആയിരുന്നു. ഞാൻ 86 ആണ് അറ്റംപ്റ്റ് ചെയ്തത്, ബട്ട് എനിക്ക് 72 മാർക്സ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് 75 ആണ് കറക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഗൈഡിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ വീക്ക് ഏരിയാസ് ഏതാണ്, എന്തുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യം തെറ്റായിപ്പോയി, എവിടെയാണ് കൂടുതൽ സമയം എടുത്തത്, അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഗൈഡിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇത്ര നാളും ചെയ്തിരുന്നതിൽ നിന്ന് നല്ല വ്യത്യാസത്തിലാണ് ഇപ്പോൾ അവരുടെ അനാലിസിസ് ഒക്കെ വന്നിട്ടുള്ളത്. നോക്കുക, അപ്പൊ നമുക്ക് എന്താണ് കുറച്ചൊരു നമുക്ക് മൈൻഡിനെ നമുക്കൊരു ഹാപ്പി ആക്കുന്ന രീതിയിലാണ് അവർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി, എക്സലന്റ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ പുഷ് ചെയ്യുന്ന കൂട്ടാണല്ലോ. കീപ് ഇറ്റ് അപ്പ്, യുവർ എക്സാം റെഡി ആൻഡ് മൂവിങ് ടുവേർഡ്സ് സക്സസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെർസെന്റേജ് എനിക്ക് 91% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓവറോൾ പെർഫോമൻസ്, എന്റെ റാങ്ക്, അതുപോലെ തന്നെ എങ്ങനെയാണ് സെക്ഷൻ വൈസ് എന്റെ പെർഫോമൻസ്, അങ്ങനെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രോബബിലിറ്റി വെരി ഹൈ ചാൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇപ്പോൾ ഗൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഇന്നേ വരെ ഞാൻ ഇത്രയും നാളും പഠിച്ചതിൽ ഇതുപോലെ ഒരു ഓഫർ ഇതുവരെ മോക്ക് ടെസ്റ്റിന് അവർ പ്രൊവൈഡ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. 12 മന്ത്സിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് 199 റുപ്പീസിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിലും വേറെ റേറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യണം. 12 മന്ത്സിന്റെ വാലിഡിറ്റി ആണ് വരുന്നത്. അതുപോലെ തന്നെ റീ അറ്റംപ്റ്റ്സ് ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് അനാലിസിസും അതുപോലെ തന്നെ ഇത്രയും ചീപ്പ് റേറ്റ് ആണെങ്കിലും ആ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി അത് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യമാണ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. നിങ്ങൾ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക. ആൻഡ് വർത്ത് ഫോർ ദ മണി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ആണ് ടിപ്പ് നമ്പർ 2, ഇംപ്രൂവ് ക്വസ്റ്റ്യൻ സെലക്ഷൻ. അതായത് നമുക്ക് ഇപ്പോൾ
ക്വാൺസിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ചെയ്യാൻ, ഇപ്പോൾ ഞാൻ എന്റെ കേസിലാണെങ്കിൽ ഞാൻ ആദ്യം സിലോജിസം ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് DIയിലോട്ടും അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ POയുടെ ഒക്കെ എക്സാമിന് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാലും ഉള്ള സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാനും, അത് കഴിഞ്ഞിട്ട് DI ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ടാബ്ല കോളം വരയ്ക്കുന്നു, പെട്ടെന്ന് ചെയ്യുന്നു. അതല്ല ഒരു DI ഇപ്പോൾ കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നോക്കി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ സെലക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. പ്രിലിംസ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള സ്പീഡും ആക്യുറസിയും എല്ലാം ഒരുപോലെ ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് അറിയാവുന്ന ഏരിയയിലോട്ട് പോവുക. ക്വസ്റ്റ്യന്റെ സെലക്ഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ്സ് കൂടുന്നതായിരിക്കും. ദെൻ ടിപ്പ് നമ്പർ 3 ആണ് ഫിക്സ് ആക്യുറസി ബിഫോർ സ്പീഡ്. എല്ലാവരും സ്പീഡിന് പുറകെയുള്ള ഓട്ടമാണ്. എന്റെ സ്പീഡ് കൂടുന്നില്ല, ഇങ്ങനെയാണ് എല്ലാവരുടെയും കംപ്ലൈന്റ്. പക്ഷേ നിങ്ങളുടെ ആക്യുറസി അതിന് ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. ആക്യുറേറ്റ് ആണോ നിങ്ങൾ ചെയ്യുന്ന ആൻസേഴ്സ്? ഇപ്പോൾ ഒരു 20 ക്വസ്റ്റ്യനെ നിങ്ങൾ ചെയ്യുന്നുള്ളൂ എങ്കിലും ആ 20ൽ ഒരു 15 പ്ലസ് കറക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡിന് പിന്നാലെ ഓടാതെ ആക്യുറസി എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ എവിടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്, എവിടാണ് ആ ഒരു മാർക്സ് ഡൗൺ ആയി പോകുന്നത്, എവിടാണ് നെഗറ്റീവ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ടിപ്പ് നമ്പർ 1ൽ ഞാൻ പറഞ്ഞ നിങ്ങളുടെ മോക്ക് അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് റിവൈസ് വീക്ക് ടോപ്പിക്സ് ഡെയിലി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വീക്ക് ഏരിയാസ് ഉണ്ട്. ഒട്ടുമിക്ക ആൾക്കാരുടെയും വീക്ക് ഏരിയാസ് ക്വാണ്ട് ആണ്. ഞാൻ ക്വാണ്ടിനെ സ്പെസിഫൈ ചെയ്ത ഒരു എക്സാമ്പിൾ വൈസ് പറയുന്നു എന്നേ ഉള്ളൂ. ദെൻ നമ്മളുടെ ഏകദേശം എല്ലാവരുടെയും ഒരു 50% എബോ ആൾക്കാരുടെയും ക്വാണ്ട് ആണ് വീക്ക്. അതിൽ തന്നെ അരിത്മെറ്റിക് ടോപ്പിക്സിലായിരിക്കും കൂടുതൽ മാർക്സ് നമ്മൾക്ക് പോകുന്നത്. അതിൽ തന്നെ ചില ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ എന്താണ്, എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് വർക്ക് ടൈമിന്റെ ഏരിയ കുറച്ച് വീക്കാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ പല ഏരിയാസും നമുക്ക് വീക്ക് ആയിട്ടുണ്ടായിരിക്കും. ഈ അരിത്മെറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വൺ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം പ്രിലിംസിനൊക്കെ വരുന്നത്. ബട്ട് ആ ഒരു ഏരിയ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്? ഇപ്പോൾ ഒരു 2-3 മോക്സ് എടുത്ത് കമ്പയർ ചെയ്യുക. എല്ലാ മോക്കിലും ഒരേ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്, അതുപോലെ തന്നെ ഒരേപോലത്തെ പാറ്റേൺ ആണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഏരിയ ആണ് നിങ്ങളുടെ വീക്ക്. ആ വീക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറ്റിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ടിപ്പ് നമ്പർ 5 ടൈം മാനേജ്മെന്റ്. ടൈം എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇരിക്കരുത്. നമ്മളുടെ ഈഗോ ഒരിക്കലും ഇവിടെ എന്താണ് പ്ലേ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി അത് മെയിൻ ആയിട്ടും പ്രശ്നം വരുന്നത് റീസണിങ്ങിലാണ്. അതായത് ഇപ്പോൾ പസിൽ ചെയ്യുകയാണ്, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരെണ്ണം പോയപ്പോഴത്തേക്ക് നമ്മളുടെ പസിൽ ഫുള്ളേ തെറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ പിന്നെയും അടുത്ത പസിൽ ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും എടുത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, നമ്മൾ ആ ഒരു പസിലിനെ തന്നെ പിന്നെയും ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യുക. പസിൽസ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോവാണ്, അതായത് നമ്മൾ പസിൽ ഏറ്റവും അവസാനം വരെ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ബാക്കി 25 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ട് ഒരിക്കലും ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾക്ക് തെറ്റായിപ്പോ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യനെ നോക്കിക്കൊണ്ട് സമയം കളയരുത്, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ടിപ്പ് നമ്പർ 6 ആണ് സ്റ്റോപ്പ് കമ്പയറിംഗ്. മേ ബി നമ്മളുടെ ടോപ്പ് പെർഫോമറിന് ഒരു 72 അല്ലെങ്കിൽ ഒരു 80 മാർക്സ് കിട്ടുന്നുണ്ടായിരിക്കും, നമ്മൾക്ക് 50 മാർക്കേ കിട്ടുന്നുള്ളൂ. സോ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഡെസ്പ് ആവും. അയ്യോ അവർക്ക് മാർക്സ് കിട്ടി, എനിക്ക് കിട്ടുന്നില്ല. ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. മേ ബി ആ ഒരു എക്സാം ടൈമിലും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പ്രഷറിലും ഒക്കെ എങ്ങനെ എക്സാമിനെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് നമ്മളുടെ ഫൈനൽ എക്സാം ഡിസൈഡ് ആവുന്നത്. സോ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ മാർക്സിനെ മാത്രം നോക്കുക, ആരുടെയും വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടമാവുന്നത്. സോ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക.
ദെൻ ലാസ്റ്റ് ടിപ്പാണ് റൈറ്റ് മോക്ക് കൺസിസ്റ്റന്റ്ലി. ഇന്നൊരു മോക്ക് 2 ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയാണ് ഒരു മോക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അവിടെ ലോസ്റ്റ് ആകും. സോ നമ്മളുടെ ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ അതല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. സോ നിങ്ങളൊരു മോക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു ഫിക്സ്ഡ് ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിയുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ആ ഒരു എക്സാം ടൈം എപ്പോഴാണോ ആ ടൈമിൽ മോക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ലേറ്റ് നൈറ്റ്സ് ഒന്നും മോക്ക് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് എന്താണെങ്കിലും എക്സാംസ് ഒരു 10 മുതൽ 4 PM വരെയുള്ള ടൈമിൽ എപ്പോഴേലും ആയിരിക്കും നമ്മുടെ എക്സാംസ് ഉള്ളത്. അപ്പൊ ആ ടൈമിലൊക്കെ അല്ലെങ്കിൽ ഒരു 8 AM മുതൽ ഒരു 4 PM വരെയുള്ള ടൈമിലായിരിക്കും എന്താണെങ്കിലും നമ്മുടെ എക്സാംസ് വരാറുള്ളത്, റിയൽ എക്സാം. അപ്പൊ ആ ടൈമിൽ ഏതെങ്കിലും ഒക്കെ ടൈമിൽ എന്ത് ചെയ്യുക, മോക്സ് ചെയ്യുക. അപ്പൊ ലേറ്റ് നൈറ്റ് ഒന്നും നമുക്ക് എക്സാം വരാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അതിനായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കും നമ്മൾ മോക്കിന് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളുടെ ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് എക്സാം ടൈം ഏതാണോ ആ ടൈമിൽ മോക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന മോക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഡെയിലി 1 മോക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ, ഓക്കെ മതി, അത് ഡെയിലി എടുത്ത് പോവുക. അതല്ല നമുക്ക് ഒന്നിട വിട്ട് ഒരു ദിവസങ്ങളാണോ മോക്ക് എടുക്കാൻ പറ്റുന്നത്, അങ്ങനെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മാക്സിമം സെക്ഷനൽസ് ചെയ്യുക. ഓക്കെ, ഡെയിലി ഇപ്പോ ഫുൾ ലെങ്ത് മോക്ക് എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കൂടുതലും സെക്ഷനൽസ് ആണ് എടുക്കാറുള്ളത്. അതല്ല എക്സാമിന് പ്രയർ ആയിട്ടുള്ള ഒരു 10 ഡേയ്സിൽ ഡെയിലി നമ്മൾ മോക്ക് എടുക്കണം, അതല്ല പറയുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുക, കൂടുതലും സെക്ഷനൽസ് എടുക്കുക. സെക്ഷനൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്സിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു ഇപ്പൊ ജൂലൈ മന്ത് സ്റ്റാർട്ട് ആയതേ ഉള്ളല്ലോ, ഒരു ഫസ്റ്റ് ഒരു 10 to 15 ഡേയ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഫുൾ ലെങ്ത് മോക്കിന് പകരം നിങ്ങൾ സെക്ഷനൽസ് എടുത്തൊന്ന് നോക്കുക. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു 10 to 15 സെക്ഷനൽസ് ഈ ഒരു 10 to 15 ഡേയ്സിന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല മാറ്റം ഉണ്ടാകും. റീസണിങ് ആണെങ്കിലും ക്വാൻസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്ത് ചെയ്യുക, സെക്ഷനൽസ് എടുക്കുക ആൻഡ് അതുപോലെ തന്നെ അത് അനലൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ആം ഷുവർ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആകും. ഞാൻ ചെയ്തിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. ആൻഡ് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്ത് നോക്കുക. സോ എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.